എല്ലാവരും ഞാൻ പറയാം, അത് കുറച്ചധികം പറയാനും. This is from Fly Dubai. Okay. Happy birthday. Thank you so much. We're gonna grow up with the Fly Dubai. Thank you so much. You guys are so kind. Thank you so much. Yes, yes. She wrote something. Oh, At least. Hello. We're gonna have a video. Hey, We are really happy See. for this special. What's her name? Luna. 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 Yeah, Luna. Yeah, it's that's moon. moon. Yeah. 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 Dil to pagal. So അവർ ആക്ച്വലി ഭയങ്കര കൈൻഡ് കേട്ടോ. അവര് ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ്ഡ് ബോർഡിംഗ് പാസ് എല്ലാം സെറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. Can we take a picture together? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഫ്ലൈ ദുബായിൽ നമുക്ക്, എക്സ്പെഷ്യലി ഫെറാസൊക്കെ. ഫെറാസിനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടമായി. ആൻഡ് നൗ വി ആർ സ്റ്റാൻഡിങ് ഇൻ ടിബ്ലിസി, ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ജോർജിയ. അവിടെ ഭയങ്കര കാറ്റാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മളിതാ ഇമിഗ്രേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജാക്കറ്റ് എടുത്താൽ മതിയായിരുന്നു, നമ്മളാണ് ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. എയർപോർട്ടാണെങ്കിലും ചെറിയൊരു എയർപോർട്ട്, നല്ല കൺജഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതോ 3-4 ഫ്ലൈറ്റ്സ് സൈമിൾട്ടേനിയസ്ലി ലാൻഡ് ചെയ്യുന്നുണ്ടോ, അതിനെ കൊണ്ടാണോ എന്നറിയില്ല. എനിവേ സംഹൗ നമ്മൾ ആ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതാ പുറത്ത് ചാടി. പുറത്തിറങ്ങിയപ്പോൾ അഫ്രീൻ നമ്മുടെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആളെ പരിചയപ്പെട്ട് ആളിത് നമ്മളെ സിം കാർഡ് എടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോവാണേ. സിം കാർഡ് അല്ല, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. യെസ്, അതായത് ഇവിടെ വന്നിട്ട് ഞങ്ങൾ 4:30 4:30 ഇറങ്ങിയതാണ്. ഓക്കെ, സോ 4:30 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നല്ല ടയർഡായിട്ട് ഒട്ടും ഉറങ്ങാതെയാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി മറ്റേ സിക്നസ്സും സീനൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്നു കേട്ടോ. അതെ. അപ്പോൾ ഈ 4:30 വന്നിട്ട് ഇത്ര നേരമായിട്ടും സത്യം പറഞ്ഞാൽ ഇമിഗ്രേഷൻ കഴിച്ചിടാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ആസ് ഓഫ് നൗ കുറച്ച് മോശമാണ്, വാക്ക്ലെസ് ആണ്. പക്ഷേ കോഴിക്കോട് എയർപോർട്ടിലായിരുന്നു. പക്ഷേ കാലിക്കറ്റ് എയർപോർട്ടൊന്നും ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എയർപോർട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സിമ്മും അതുപോലെ റെൻ്റൽ കാറിൻ്റെ ഒക്കെ കിയോസ്കുകൾ കാണാൻ പറ്റും. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് സിം എടുക്കാം. അൺലിമിറ്റഡ് ആണ് ഇൻ്റർനെറ്റ് ഉള്ളത്. നമ്മൾ തിരിച്ചു വരുന്നവരെ യൂസ് ചെയ്യാനുള്ള അത്യാവശ്യം കോളും പരിപാടികളും എല്ലാം അതിനകത്ത് കിട്ടുന്നതാണ്. വേറൊരാളെ കാണിച്ചു തരാം, തീരെ സ്ട്രോളറിൽ ഇരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ഇവിടെ വന്നപ്പോ സ്ട്രോളർ കിട്ടിയ സന്തോഷത്തില് അതിനകത്ത് യു എ വരുന്ന സമയത്ത് ഇൻഫാന്റ് ആയിരുന്നല്ലോ, ജോർജിയിൽ വന്നിറങ്ങിയത് ടോഡ്ലറായിട്ടാണ്. സോ ഹായ് ഗൈസ്, നമ്മളിതപ്പോൾ ഇവിടെ ടിബ്ലിസിയിലാണ് എത്തി. ജസ്റ്റ് എയർപോർട്ടിന് പുറത്ത് ചാടിയുള്ളൂ. അങ്ങനെ നമ്മൾ ശരിക്കും ജോർജിയയിലൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടെന്നാണ് അഫ്രീൻ പറഞ്ഞത് കേട്ടോ. നല്ല രസമുള്ള ഒരു ആംബിയൻസ്. ഇവിടെ 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. അഫ്രീൻ എന്താ നമുക്ക് ഇന്നത്തെ പ്ലാൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണേ. അങ്ങനെ ഇതാ ഹോട്ടൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. സിറ്റിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു 4 സ്റ്റാർ ഹോട്ടൽ ഐവേറിയൻ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും ആക്സസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ, ഇൻക്ലൂഡിങ് മെട്രോ. ഒരു 5 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്സ് എല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഐവേറിയൻ. ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുക്കാം കേട്ടോ. നമ്മൾ ഹോട്ടലിനകത്തോട്ട് കയറുവാണ്. 2 റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ ഉള്ളത് എൻ്റെ ബ്രദറും ഫാമിലിയാണ്. കീ മാറി നോക്കി. ആ സൗണ്ട്
അങ്ങനെ ഒരുപാട് നേരം ഇത് കണ്ടുകൊണ്ടിരിക്കാനൊരു സമയം ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പം വേഗം പോയി എന്തെങ്കിലും കഴിക്കുക, അതുപോലെ തന്നെ വേഗം കടന്നുറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു ഉള്ളിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. നല്ലൊരു സ്പേസ്, കുറേ ആളുകൾ, നല്ല ഭക്ഷണം. ഞാൻ കുഴപ്പമില്ലാതെ കഴിച്ചു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്നു, കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. നമുക്ക് വേഗം എണീക്ക്, രണ്ടുപേരും എണീച്ചോളൂ. ഓക്കെ, നേരെ നേരെ വിളിക്ക്. നമ്മൾ ടൂർ വന്നാണ്. എന്റെ കുട്ടി എണീച്ചാ, പപ്പട ഷൊത്ത് എണീച്ചാ. ഷൊട്ടാബിക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ജോർജിയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. താഴെ അഫ്രീൻ കുറച്ചുകൂടെ വലിയൊരു വണ്ടിയായിട്ട് എത്തി. ഞങ്ങൾ റെഡിയായി ഇറങ്ങി. ടയർഡാണ്, പക്ഷെ ഇത് കാണാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഭയങ്കര ടയേർഡാണ്. ലൂണൊന്നും ഇതാ എണീറ്റിട്ട് തന്നെ ഇല്ല. ഞങ്ങൾ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. അഫ്രീൻ വന്ന് ഇങ്ങനെ താഴെ വെയിറ്റ് ചെയ്തപ്പം ഇറങ്ങി പോകുന്നതാണ്. കുറച്ച് നേരം ഉറങ്ങി. ഇപ്പം എങ്ങോട്ടൊക്കെയോ പോവാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. എനിക്കൊന്നും രജിസ്റ്റർ ആയിട്ടില്ല മൈൻഡിൽ. നല്ല വിശന്നിട്ടുണ്ട്, നല്ല ടയേർഡാണ്. എന്തായാലും എങ്ങടാ പോണെന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തൊക്കെ കല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. കാര്യം മൈൻഡില് രജിസ്റ്റർ ആവണില്ല. ചോദിക്കണ്ടായിരുന്നു. കാര്യം എനിക്കിപ്പോ ആവശ്യം അതാണ്. എന്തായാലും ഇവിടെ എത്തിയിട്ട് അറിയാം എവിടെയാണ് എന്താണ് പരിപാടി എന്നുള്ളത്. ഓക്കെ, പിന്നെ ഈ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ടിബ്ലിസിയുടെ ടൗൺ ആണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റി സ്കേപ്പാണ്. പക്ഷേ എന്ത് രസമാണെന്ന് നോക്കിയാൽ, നമ്മൾ കുറച്ച് ഗ്രാമമാണെന്ന് ചോദിച്ചാൽ ഗ്രാമമല്ല, എന്നാൽ പിന്നെ ടൗൺ ആണെന്ന് ചോദിച്ചാൽ ടൗൺ അല്ല. ഭയങ്കര എന്താ പറയുക, അത്ര ബിസി അല്ലാത്തൊരു സിറ്റി. അത് തന്നെയാണ് എനിക്കിവിടെ വന്നപ്പോൾ മുതലേ ഞാൻ നോട്ട് ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഈ കുറച്ചങ്ങ് പോയപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു തടാകം പോലെ കാണുന്നതാണ് ഈ തിബ്ലിസി സീ എന്നാണ് ഇവരിതിനെ വിളിക്കുന്നത്. പക്ഷേ ഇത് ആക്ച്വലി ഒരു സീയുടെ വലുപ്പം അങ്ങനെയൊന്നും അല്ല. ഇത് സത്യം പറഞ്ഞാൽ അത് കാണാൻ നല്ല രസമുള്ള ഒരു തടാകം, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. നമുക്കിതിൻ്റെ വൈകുന്നേരമൊക്കെ വന്നിരിക്കാനും കുറച്ച് നേരം സംസാരിക്കാനൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നുന്ന ഒരു സ്ഥലമാണിത്. ഈ ജോർജിയ എന്ന് പറഞ്ഞ നാടിനെ സത്യത്തിൽ വല്ലാത്തൊരു ഹിസ്റ്ററി പറയാണ്ട്. നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ നേതാവുണ്ടല്ലോ ജോസഫ് സ്റ്റാലിൻ, പഴയ റഷ്യയുടെ പ്രസിഡന്റ്. ജോസഫ് സ്റ്റാലിൻ്റെ ജന്മസ്ഥലമാണ് ജോർജിയ. ആകെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു 2 ഇരട്ടി മാത്രമേ വലുപ്പമുള്ളൂ. 46 ലക്ഷം ജനങ്ങൾ ജീവിക്കുന്നുള്ളൂ. അതിനാണെങ്കിൽ പകുതി പേരും ദാരിദ്ര്യരേഖ താഴെയാണ്. ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ ഞങ്ങൾ ജോർജിയ വന്നിട്ട് കണ്ട ആദ്യത്തെ സ്ഥലം. ഇതിപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല, നമ്മൾ കാഴ്ചയിൽ കാണാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ജോർജിയ കാണാൻ വരുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തിബ്ലിസി സിറ്റിയുടെ ഒരു നമ്മൾ കാണാത്ത ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. കാര്യം നമ്മൾ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഭയങ്കര കാമായിട്ടുള്ളൊരു സിറ്റിയാണെന്നാണ്. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി സ്റ്റഡഡ് ആയിട്ട് ഭയങ്കര എന്താ പറയുക ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് നമുക്ക് ഇവിടെ മുകളിൽ കയറി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പഴയ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സാണ്, അത്ര വലിയ ഹൈറ്റൊന്നുമില്ല. എല്ലാ റെസിഡൻഷ്യൽ ടവേഴ്സാണ് ഈ കാണുന്നത്. സോ 16 തൂണുകളിലായിട്ട് ഈ നാടിൻ്റെ ചരിത്രവും എന്നാൽ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രവും ഒരുപോലെയാണ് ഇതിനകത്ത് ഇവർ ഡിനോട്ട് ചെയ്യപ്പെടുന്നത്.
സോ ഈ 16 തൂണുകളെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കുറിച്ചും രാജ്ഞിമാരെക്കുറിച്ചും അവരുടെ സ്കൾപ്ചേഴ്സൊക്കെയാണ് മുകളിൽ കാണുന്നത്. എന്നാൽ താഴോട്ട് വരുമ്പോൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ആ ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുള്ള മെയിൻ ഇൻസിഡൻസിനൊക്കെയാണ് ഓരോ പില്ലേഴ്സിലും പല സൈഡുകളിലും കൊത്തി വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ബാക്കിൽ ആക്ച്വലി നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇവിടുത്തെ ജോർജിയൻ ഇൻഡിപെൻഡൻസ് വീക്കിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന കുറച്ച് പരിപാടികളാണ്. ഇവിടെ ഇത് സ്കൂൾ പിള്ളേർ വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവരിങ്ങനെ എന്തൊക്കെ മാറി മാറി ചെല്ലുന്നൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് തോന്നുന്നത് പിള്ളേരുടെ പാരൻസും പരിപാടികളൊക്കെ തോന്നുന്നു ഇവർ ഭയങ്കര സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ. ഗൈസ് ഇത് കണ്ടോ, ഇനി അവിടെ വന്നിട്ട് ഇന്റെ തൊപ്പിപ്പോ ഒരു 10ാമത്തെ വട്ടമായിരിക്കും പാറി പോകുന്നുണ്ടാവും. എനിക്ക് ഇതിനെ കുറിച്ച് ഹിസ്റ്റോറിക്കലായിട്ട് പറയാനൊന്നും അറിയില്ല, പക്ഷെ ഇവിടെ വന്നപ്പോ ഭയങ്കര ഒരു സുഖം. എന്താ വെച്ചാൽ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റാണ്. സാധാരണ ഞാനൊന്ന് ഉണ്ടല്ലോ, ഇപ്പൊ ഞാനൊരു 10 മിനിറ്റ് നമ്മള് ഷാർജയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് ടയേർഡാവും. കുറച്ച് നടക്കുമ്പോൾ തന്നെ ആകെ ഭയങ്കര എക്സോസ്റ്റഡ് ആവും ചൂട് കാരണം. പക്ഷെ ഇവിടെ വന്നപ്പോൾ എത്ര നടന്നിട്ടും ഒരു തളർച്ചയല്ല, ഒന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റും പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ല. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം ഈ ക്ലൈമറ്റ്. നല്ല രസം. പക്ഷെ തൊപ്പി സമ്മതിക്കണില്ല. ഞാനാണെങ്കിൽ എല്ലാ ഡ്രസ്സുക്കും തൊപ്പിയാണ് കൊടുത്തിരിക്കണേ, ഒറ്റ ഷോളൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ കോസ്റ്റ്യൂമിന്റെ അവസ്ഥയും. സോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്, ലഞ്ച് കഴിക്കാനായിട്ട്. ഒരു മല്ലു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. അപ്പം എന്താ ഇവിടെ അതിൻ്റെ അടുത്ത് ഒരു സ്പോർട്സ് അക്കാദമി പോലെ എന്തോ കാണുന്നുണ്ട്. ആക്ച്വലി അത് ജോർജിയൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇറ്റ്സ് അക്കാദമിയാ, സ്പോർട്സ് അക്കാദമി എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. സോ ഇവിടെയാണ് അവർ. കുറച്ച് മുമ്പിൽ അങ്ങ് നടന്നു പോയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നൊന്ന് നോക്കട്ടെ. നല്ല വിശപ്പുണ്ട്, ഭയങ്കര വിശപ്പുണ്ട്. ഓക്കെ, കണ്ടു. ഏതാ റെസ്റ്റോറൻറ്റ്? സന്തോഷം മല്ലു ഫുഡ് എന്തൊക്കെയുണ്ട്? കോഴിക്കോട് സ്റ്റാറിൽ, അതുപോലെ പിന്നെ കാലിക്കറ്റ് നോട്ട്ബുക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മെനു എങ്ങനെയാണ്? ബീഫ് പൊറോട്ട, ബട്ടർ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ കുറേ പരിപാടികളുണ്ട്. ബിരിയാണി കഴിച്ചാലോ? ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ലഞ്ച് ബോക്സ് എന്നാ പേര്. ഇവിടുത്തെ സ്പെഷ്യൽസ് ഇതാ. ടുഡേ സ്പെഷ്യൽസ്: ബീഫ് ദം പൊറോട്ട, ബട്ടർ ചിക്കൻ ബിരിയാണി, റെയിൻബോ പൊറോട്ട, കൊണ്ടോട്ടി ബീഫ് ബിരിയാണി, വെഡിങ് ബിരിയാണി. പൊളിയാണ്. ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം. ജാക്കിയെ ബിരിയാണി. ചോറാരാ പറഞ്ഞു? ഞാനും കുഞ്ഞാക്കും ഷെയർ ചെയ്യാൻ നമുക്ക് രണ്ടു. ഞാൻ ബിരിയാണി ഉണ്ട് ആക്ച്വലി. അത്യാവശ്യം നല്ല മീൽസ് ഇവിടെ നല്ല കുത്തിരി ചോറ് ഇട്ടിട്ടുണ്ട്. ഇത് ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ബിരിയാണിക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി ബൗള് മറ്റേ സാധനം കൂടി ഉണ്ടാവില്ലെന്ന് അറിയില്ല, പക്ഷെ നിലവിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. കുറേ ഉണ്ടല്ലേ? ഭയങ്കര ബിരിയാണിയാണ്. കോവിനെ എന്നർത്ഥം ബെസ്റ്റ് ഷട്ടപ്പി കൊടുത്തു.
ഇന്ന് ലൂണന്റെ ബർത്ത്ഡേ ആണ്. മെയിനായിട്ട് നമ്മൾ ലൂണയുടെ ബർത്ത്ഡേ വീക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ലൂണയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇന്ന് ഈവനിങ് ആണ്. വൈകുന്നേരം No, come, have cake, please.